രൂക്ഷമായിരിക്കെ ജനങ്ങൾക്ക് ഏറെ ഉപയോഗപ്രദമാകുമായിരുന്ന ഒറ്റപ്പാലം കണ്ണിയമ്പുറത്തെ പബ് ഹൗസ് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടപ്പായില്ല. കണ്ണിയമ്പുറം പനമണ്ണ റോഡിൽ തോട്ടുപാലത്തിന് സമീപത്തെ പഴയ പബ് ഹൗസ് ആണ് ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുമ്പോഴും പുനഃസ്ഥാപിക്കാത്തത്. വെള്ളം വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയങ്ങളിൽ ഉപയോഗിക്കാൻ ലക്ഷ്യമിട്ടാണ് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടങ്ങിയിരുന്നത്. ചെറുകിട കുടിവെള്ള പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഭാഗമായിട്ടായിരുന്നു ഇത്. പബ് ഹൗസ് പുനഃസ്ഥാപിച്ചാൽ കണ്ണിയമ്പുറം പനമണ്ണ മേഖലകളിലേക്ക് മാറി മാറി വെള്ളം വിതരണം നടത്താൻ കഴിയും. വിതരണം നടക്കാത്ത ദിവസങ്ങളിൽ പബ് ഹൗസിൽ നിന്നുള്ള കണക്ഷൻ വിതരണ ലൈൻ വഴി ഘടിപ്പിച്ച് വെള്ളം വിതരണം നടത്താനായിരുന്നു അധികൃതർ ലക്ഷ്യമിട്ടിരുന്നത്. നേരത്തെ കണ്ണിയമ്പുറം പനമണ്ണ മേഖലകളിലേക്ക് വെള്ളം വിതരണം ചെയ്തിരുന്നത് ഈ പബ് ഹൗസ് വഴിയായിരുന്നു. ഇതിനോടനുബന്ധിച്ചുള്ള ബോർവെൽ ഉപയോഗിച്ചായിരുന്നു വിതരണം. വരോട് ചേരിക്കുന്നിൽ ജല അതോറിറ്റിയുടെ പുതിയ ജലസംഭരണി വന്നതോടെ പബ് ഹൗസ് പ്രവർത്തനം നിർത്തുകയായിരുന്നു. ചേരിക്കുന്നിലെ സംഭരണിയിൽ നിന്ന് തോട്ടക്കര, കണ്ണിയമ്പുറം, പനമണ്ണ മേഖലകളിലേക്കാണ് വിതരണം. എന്നാൽ 3-4 ദിവസം കൂടുമ്പോൾ മാത്രമാണ് വെള്ളം വിതരണം നടക്കുന്നത്. പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങൾ ഇത് കാരണം ഏറെ ബുദ്ധിമുട്ടിലാണ്. ഒറ്റപ്പാലം നഗരസഭയിലെ പനമണ്ണ സൗത്ത്, കണ്ണിയമ്പുറം മേഖലകളിൽ കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായി അനുഭവപ്പെടുകയാണ്. ഈ അറ്റ വേനലിലും നമ്മുടെ തടയണയിൽ ഉൾപ്പെടെ ധാരാളം വെള്ളമുണ്ടായിട്ടും വാട്ടർ അതോറിറ്റിക്ക് കൃത്യമായിട്ട് അത് വാർഡ് പ്രദേശങ്ങളിലും ജനങ്ങൾക്കും എത്തിക്കാൻ സാധിക്കുന്നില്ല. 1.5 ദിവസമായിട്ട് വന്നിരുന്ന വെള്ളം ഇപ്പോൾ 4-5 ദിവസം കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ. ഈ ഒരു അവസ്ഥയിൽ പനമണ്ണ മേഖലയിലുള്ള ഒരു കുടിവെള്ള സ്രോതസ്സ് നമ്മുടെ കണ്ണിയമ്പുറം പനമണ്ണ റോഡിലെ പാലത്തിന് സമീപത്ത് മുൻപ്, അതായത് ഈ പറയുന്ന കുടിവെള്ള പദ്ധതി വരുന്നതിന് മുൻപ് പ്രവർത്തിപ്പിച്ചിരുന്ന ഏറ്റവും വലിയൊരു കുടിവെള്ള സ്രോതസ്സായിരുന്നു പനമണ്ണയിലുള്ള പമ്പ് ഹൗസ്. എന്നാൽ അത് ഇന്ന് യാതൊരു നടപടികളും സ്വീകരിക്കാതെ അത് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണുള്ളത്. കഴിഞ്ഞ ഒറ്റപ്പാലം നഗരസഭയിൽ ഞാൻ കൗൺസിലർ ആയിരുന്ന സമയത്ത് ഒറ്റപ്പാലം നഗരസഭയുടെ ചെയർപേഴ്സണും അതുപോലെ അന്നത്തെ കൗൺസിലും ഈ കുടിവെള്ള പദ്ധതി അവിടെ പുനഃസ്ഥാപിക്കാനും പുതിയ മോട്ടോർ സ്ഥാപിക്കാനും അതിൽ നിന്ന് ഈ വാട്ടർ അതോറിറ്റി പൈപ്പിലേക്ക് ഇൻ്റർലിങ്കിങ് ചെയ്ത് കുടിവെള്ള വിതരണം കണ്ണിയമ്പുറത്തേക്കും പനമണ്ണയ്ക്കും സമയബന്ധിതമായി നടത്തുന്നതിനും വേണ്ട തീരുമാനങ്ങളെടുത്ത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിന് ഈ പറയുന്ന കുടിവെള്ള പദ്ധതി പുനഃസ്ഥാപിക്കാൻ വേണ്ട തുക ഉൾപ്പെടെ കൈമാറിയതാണ്. എന്നാൽ പുതിയ ഭരണസമിതി വന്നിട്ടും ഈ പറയുന്ന കുടിവെള്ള പദ്ധതി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ജനങ്ങളുടെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഈ കുടിവെള്ളം കിട്ടാത്ത ദുരിതമോ ഒറ്റപ്പാലം നഗരസഭയും വാട്ടർ അതോറിറ്റിയും കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പനമണ്ണയിലുള്ള 35, 36, 37 വാർഡുകളിലെ കൗൺസിലർമാർ ഇവിടെ ഉണ്ട്. നിരന്തരം ജനങ്ങൾ വിളിച്ച് പറയുന്ന പരാതി ഈ കുടിവെള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കുന്നതിനും കുടിവെള്ള പ്രശ്നം വാട്ടർ അതോറിറ്റിക്ക് കുടിവെള്ളം എത്താതെ ഇരിക്കും, വാട്ടർ അതോറിറ്റി കുടിവെള്ളം പമ്പ് ചെയ്യാതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ഈ കണ്ണിയമ്പുറം പ്രദേശത്തെ കുടിവെള്ള പദ്ധതി നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞാൽ പനമണ്ണയിലെയും കണ്ണിയമ്പുറത്തെയും കുടിവെള്ള പ്രതിസന്ധി പരിഹരിക്കാനാവും. അടിയന്തരമായിട്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഈ അറ്റ വേനലിലും ഒരു തുള്ളി ദാഹജലത്തിനു വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ. ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി ഒറ്റപ്പാലം നഗരസഭ എത്രയും പെട്ടെന്ന് ഈ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ചെർപ്പുളശ്ശേരി റോഡ് നവീകരണം നടക്കുന്നതും പഴയ പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്നതും കാരണമാണ് വെള്ളം വിതരണത്തിൽ കാലതാമസം നേരിടുന്നത്. ഇതൊക്കെ കണക്കിലെടുത്താണ് വെള്ളം എത്താൻ വൈകുന്ന ദിവസങ്ങളിൽ പബ് ഹൗസ് വഴി വെള്ളം വിതരണം നടത്താമെന്നുള്ള ഉദ്ദേശത്തോടെ പ്രവർത്തിപ്പിക്കാൻ ശ്രമം തുടങ്ങിയത്. ജല അതോറിറ്റി മുഖാന്തരം പ്രവർത്തിപ്പിക്കാൻ ഹെഡ് ഓഫീസിൽ നിന്ന് അനുമതി ആവശ്യമാണ്. ഇത് ലഭ്യമാക്കുന്നതിന് കാലതാമസം എടുക്കുമെന്നതിനാൽ വേനലിന് മുൻപ് തന്നെ താൽക്കാലികമായി പ്രവർത്തിപ്പിക്കാൻ നഗരസഭയ്ക്ക് ജല അതോറിറ്റി കത്ത് നൽകിയിരുന്നു. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്, UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്, UGS ഗോൾഡ് ലോൺ.